ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനുള്ള കപ്പ ഇതിൽ നിന്ന് നല്ല ഇതിൻ്റെ തോലൊക്കെ പോക്കി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് മുറിച്ച് ഇതിൻ്റെ തോലൊക്കെ പോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് വന്നത്, അതുകൊണ്ട് നല്ലോണം നമുക്കിത് തോല പോക്കി നല്ലോണം വൃത്തിയാക്കാം. അല്ലെ ഇതിൻ്റെ മുകളിലുള്ള ആ മണ്ണെല്ലാം ഇതിൻ്റെ മുഖത്ത് തന്നെ ആവും. അതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ തോലെല്ലാം പോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തോലെല്ലാം പോക്കി നല്ല ചെറുതായിട്ട് വെട്ടിയിട്ട് വരും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഒന്ന് ഇതിൻ്റെ തോലെല്ലാം പോക്കി ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പ നല്ലോണം ഞാൻ ചെറുതായിട്ട് മുറിച്ച് കഴുകി നല്ലോണം വൃത്തിയാക്കി ഞാൻ വെള്ളത്തിൽ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ഇതിലേക്ക് ഈ വെള്ളം കപ്പ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കണം. ഒന്ന് തീയൊന്ന് ഗ്യാസ് കത്തിട്ടിട്ട് അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് 2 വിസിൽ അടിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ കപ്പ നല്ലതാണ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു വിസിൽ തന്നെ നല്ലോണം വെന്ത് വന്ന് ഇതൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്നിന് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഒന്ന് ഊറ്റട്ടെ. അപ്പം കപ്പ നല്ലോണം ഞാൻ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൽ വിഷാംശം ഉണ്ടെന്ന് ഉണ്ടാവും ഈ കപ്പൻ്റെ വെള്ളത്തിൽ. അപ്പം അത് വെള്ളം ഊറ്റി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഒന്ന് അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് കടുകും ഇതെല്ലാം വെച്ചിട്ട് ഉള്ള ഒരു പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് തേങ്ങ ഞാൻ ചെരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അതും ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളിൻ്റെ 5-8 അല്ലി അതും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സി നമുക്കൊന്ന് നല്ലോണം അരയണ്ട. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. നമുക്ക് മിക്സിയിൽ നിന്ന് നല്ലോണം അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പം നമ്മളെ തേങ്ങ ഞാൻ നല്ലോണം അരയണ്ട. ഇതേപോലെ നല്ലോണം ഒന്ന് ഒതുങ്ങിയാൽ മതി. തേങ്ങയും മുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള അതവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്ക് ഇതിൽ. പിന്നെ അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ കടുക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് തന്നെ 3 വറ്റൽ മുളക് മുറിച്ചിട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കരിവേപ്പില ഇതും ഇട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച ഉള്ളി ഇതിൻ്റെ കൂട്ട് ഇട്ട് വെക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടോ. ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പം നമ്മളതാ പൂളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ പൂള 1 കിലോൻ്റെ അത്ര അളവിലുള്ളതാണ്. അപ്പോൾ നമ്മളെ പൂളയും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും കടുകും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ തേങ്ങയും മുളകും വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ടുള്ള അതിൻ്റെ അരപ്പ് ഇതിലിട്ട് നല്ലോണം പൂള ഇതിലൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നമ്മൾ ഈ കപ്പപ്പുഴുക്ക്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അത് നമ്മളെ കപ്പപ്പുഴുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം തേങ്ങ എല്ലാം കൂടി വെന്ത് എല്ലാം കൂടി ഒന്നായി നല്ല ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തീ ഓഫാക്കാം. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റും നല്ല വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്കൊക്കെ കൂട്ടാനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കപ്പപ്പുഴുക്ക്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ നിങ്ങൾ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്തായാലും സപ്പോർട്ട് എന്തായാലും ഉണ്ടായാലും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.